റംസാൻ വിഷു ചന്ത വോട്ടർമാരെ സ്വാധീനിച്ചേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് കൺസ്യൂമർ ഫെഡിന്റെ ആവശ്യം. ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നടപടിയും അംഗീകരിക്കാൻ കഴിയില്ല. കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. രേഷ്മ ബാബു ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, റംസാൻ വിഷുചന്ത അതിന് അനുമതി നിഷേധിച്ചതിനെതിരെ കൺസ്യൂമർ ഫെഡ് നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതായത് റംസാൻ വിഷുചന്ത 5 കോടിയിൽ വരുന്ന വോട്ടർമാരെ സ്വാധീനിച്ചേക്കും, അതുകൊണ്ട് അനുമതി നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. മാതൃകാ പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനമാണ് ഇത്തരത്തിൽ കൺസ്യൂമർ ഫെഡ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാകും. മാത്രമല്ല, ഈ ജനങ്ങളെ സ്വാധീനിക്കുവാനുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നടപടിയും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടും കൂടി ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ വാദം എന്ന് പറയുന്നത് ഉത്സവ കാലത്ത് ഇത്തരത്തിൽ സബ്സിഡി ഇനത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനായിട്ടുള്ള വിഷുചന്ത, റംസാൻ ചന്തകൾ അത് അനുവദിക്കാതിരിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് വാദമെന്നുള്ള രീതിയിൽ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ ഹർജിയിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, 280 ചന്തകളാണ് ഇത്തരത്തിൽ തുടങ്ങാനായിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. പക്ഷെ അതിന് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി റദ്ദാക്കണം, അത് പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യവും ഹർജിയിൽ കൺസ്യൂമർ ഫെഡ് ഉന്നയിച്ചിരുന്നു. നേരത്തെ ഇത്തരത്തിൽ റംസാൻ വിഷുചന്തകൾ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ അനുമതി നിഷേധം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഹർജിയിലൂടെ കൺസ്യൂമർ ഫെഡ് വാദം ഉന്നയിച്ചിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വോട്ടെടുപ്പ് കാലത്ത്, അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരിക്കുന്ന പാർട്ടി തന്നെ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വിഷു, റംസാൻ ചന്തകൾ തുടങ്ങുമ്പോൾ അത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ കരുതാൻ സാധിക്കൂ. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള നടപടി അത് പെരുമാറ്റച്ചട്ടത്തിന്റെ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം അതിന്റെ ലംഘനമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള രീതിയിൽ അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും കോടതി പരിഗണിക്കും. രേഷ്മ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളെ കൃത്യമായൊരു നിരീക്ഷണം തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്? വിഷ്ണു, നേരത്തെ തന്നെ സുപ്രീം കോടതി ഇറക്കിയ ചില ഉത്തരവുകൾ ഉണ്ട്. ആ ഉത്തരവുകൾ കൂടി പ്രതിപാദിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളോ അല്ലെങ്കിൽ മറ്റ് നടപടികളോ ഉണ്ട് എങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നൽകേണ്ടതാണ്. അത് കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ 280 ചന്തകൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ തുടങ്ങാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. കാരണം പെരുമാറ്റച്ചട്ടം ഇവിടെ നിലനിൽപ്പുണ്ട്. ഈ ഭരിക്കുന്ന പാർട്ടി തന്നെ ഇത്തരത്തിലൊരു റംസാൻ വിഷുചന്തകൾ തുടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിലേക്കാണ് വരുന്നത്. അത് കമ്മീഷൻ എന്നുള്ള രീതിയിൽ അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് റംസാൻ വിഷുചന്തകൾ തുടങ്ങാനായിട്ടുള്ള സർക്കാർ നീക്കത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാലും സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളൊക്കെ തന്നെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ ഹർജിയിൽ, കൺസ്യൂമർ ഫെഡിന്റെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനം കൈക്കൊള്ളുക. എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അനുമതി നിഷേധിച്ചു എന്നുള്ളത് അതിന് കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ തങ്ങൾക്കുണ്ട്. ഒപ്പം തന്നെ റംസാൻ വിഷുചന്തകൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്.